ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇപ്പോൾ കുറച്ച് നേരം ആയുള്ളൂ. ഇന്ന് ഡേറ്റ് 19/12. അപ്പോൾ ഇന്ന് ഒരു കസ്റ്റമർ 9:30 ഏകദേശം ഒരു 9:30 ആ ടൈമിൽ എൻ്റെ വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറിയിട്ട് സമയം ഇപ്പോൾ 10:54 ഇപ്പോഴാണ് അവർ ഇറക്കിയത്. അപ്പോൾ ഞാൻ കയറുമ്പോൾ പറഞ്ഞു എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടാക്കണം, അവിടെ നിന്നൊരു സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ അലവ് എന്നുള്ള സ്ഥലത്താണ് അവർ പോകാൻ പറഞ്ഞത്. അങ്ങനെ അലവിൽ പോയി സാധനം മേടിച്ചു. തിരിച്ചു കൊണ്ടാക്കേണ്ട കിസാൻ റോഡാണ്, അവിടെയും കൊണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടൈം അവരെൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ വണ്ടിയിൽ തന്നെ സ്പെൻഡ് ചെയ്തു ഇഷ്ടംപോലെ ടൈം. അങ്ങനെ ചെറിയ ഓട്ടേ ഉള്ളൂ, പക്ഷേ അറിയാലോ എത്ര ടൈമായി വന്നോന്നുള്ളൂ. 9:30 കയറിയിട്ട് ഇപ്പോൾ 10:55. അതിന് കുറച്ച് ഇറക്കിയിട്ട് ഇറക്കിയ പാടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു, മീറ്ററിൽ 120 രൂപ ആയി. 120 രൂപ. അപ്പോൾ അവരോട് പറഞ്ഞു സാധാരണ ഇതിൻ്റെ ഡബിളാണ് ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ 240 പറഞ്ഞു. 240 പറഞ്ഞിട്ട് ഓറ് പറഞ്ഞു അത്രയൊന്നും ആവത്തില്ലടാ, തരത്തില്ലടാ എന്ന് പറഞ്ഞു. അത്രയൊന്നും ആവത്തുമില്ല, തരത്തുമില്ല. ഞാനൊരു ക്യാഷ് അങ്ങോട്ട് തരും, അത് പിടിക്കാം. ഞാൻ പറഞ്ഞു മേഡം ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പോൾ 30 രൂപ കുറച്ചിട്ട് എനിക്ക് തന്നു. വെയിറ്റിംഗ് ചാർജും ഇതൊക്കെ ആക്കിയിട്ടുള്ള മൂപ്പര് ഒരു 30 രൂപ കുറച്ചിട്ട് എനിക്ക് തന്നു. ഇപ്പോൾ തൃപ്തിയായോന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാരണം നോർമലി നമ്മൾ വാങ്ങിക്കുന്ന പൈസ മേഡത്തോട് പറഞ്ഞു. മേഡം ഒരിത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തന്നു. കുഴപ്പമൊന്നുമില്ല, 30 രൂപ അല്ലേ, അത് ചിലപ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ തിരിച്ചു പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ആരെങ്കിലും പറിച്ചോനായിട്ട് നമുക്ക് കൊടുത്തത് ശാല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഓരോ പറഞ്ഞു ഇങ്ങനെ ശബ്ദിക്കാതെ കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ആവർത്തിക്കുന്നത്. പക്ഷെ അത് ഒരു പോയിന്റാണ് ശരിക്കും. ചില ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 30 രൂപ അങ്ങോട്ട് പറയുമ്പോൾ അവർ 30 രൂപ അങ്ങോട്ട് പറയുമ്പോൾ കണ്ടു പറയും 30 രൂപ അല്ലല്ലോ 50 രൂപ നമ്മൾ കൊടുക്കാറുണ്ടെന്ന് പറയും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ള ജോലി കളയുന്ന രൂപത്തിലുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ 30 രൂപ പറയുമ്പോൾ അവർ ഇങ്ങോട്ട് പറയും. ചില ആൾക്കാർ വരുമ്പോൾ 50 എടുക്കൽ, 60 എടുക്കൽ, 90 എടുക്കൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അവൻ ഇത്രേ കൊടുക്കണുള്ളൂ, കാരണം മീറ്ററാണ്. ചില ഈ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ഉള്ളിൽ മീറ്റർ തന്നെയാണ്. കോർപ്പറേഷൻ പുറത്ത് വന്നാൽ മീറ്ററിൻ്റെ പകുതിയാണ് സാധാരണ കൊടുക്കൽ. ചില ആൾക്കാർ പറയും അങ്ങനെയല്ല, അങ്ങനെ മറ്റേ മറിച്ചാണ്. അപ്പോൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തൃപ്തിയായി. കാരണം ഒരു കസ്റ്റമർ, ആദ്യമായിട്ടൊരു കസ്റ്റമർ എന്നോട് തിരിച്ചു പറഞ്ഞു അത്ര ആവത്തില്ല, തരത്തുമില്ല. അപ്പോൾ ഏതായാലും ഗൈസ് ഇങ്ങനെയുള്ള ആൾക്കാർ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം, നമ്മളെപ്പോലുള്ളവരെ നന്നാക്കാൻ. കാരണം ഇത് കുറച്ച് ഓവറായി പോയി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു കസ്റ്റമർ കിട്ടിയല്ലോ എന്നുള്ള ആഹ്ലാദമുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓട്ടോകളിൽ സാധാരണ റേറ്റ് അങ്ങനെയാണ്. അപ്പോൾ ചില ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇടങ്ങാറുണ്ടാവും. ചിലപ്പോൾ വണ്ടി കയറാത്ത സ്ഥലത്തെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കും. അത് വേറെ ആൾക്കാർ. അത് അങ്ങനെയും ചെയ്യരുത്. ഒരാളും കസ്റ്റമറായിട്ട് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ചെയ്യരുത്. സാധാരണ ചില ആൾക്കാർ അങ്ങനെ ചെയ്യും, അറിഞ്ഞോണ്ട് നമ്മളെ ഒരു കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. അപ്പോഴൊക്കെയാണ് ദേഷ്യം വരുന്നത്, മറ്റേ വേറെ എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള കസ്റ്റമറാണ് വേണ്ടത്. നമ്മൾ ഇങ്ങനത്തെ കസ്റ്റമർ ആവണം. അനാവശ്യമായിട്ട് പൈസ കൊടുക്കാതിരിക്കുക, അങ്ങനെ തരൂല എന്നങ്ങനെ ഉറപ്പിച്ചങ്ങനെ പറഞ്ഞേക്കുക. അവർ വാങ്ങുന്നത് തിരിച്ചു വരാനുള്ള ഒരു മനോഭാവം ഡ്രൈവർമാർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെറുതെ എന്താക്കാൻ പാടില്ല, ഉള്ള ജോലിയും കൂടി കളയാൻ നിൽക്കരുത് എന്ന് പറയാണ്. ഓക്കെ ഗൈസ്, ടാറ്റ.